വെൽക്കം ടു ആർക്കേസ് സ്റ്റോറീസ്. താളം ഭാഗം 21. പിറ്റേ ദിവസം കാലത്ത് 40ന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഉച്ചക്കത്തെ ഊണിന് ശേഷം റോസും അമ്മച്ചിയും കരിപ്പനക്കാട്ടുമെന്ന് ഇറങ്ങുമ്പോൾ അവരെ യാത്രയാക്കുവാൻ എല്ലാവരും ഉണ്ടായിരുന്നു. വിവാഹത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും വിൽസനും കുടുംബവും ഇഷ്ടക്കേടൊന്നും കാണിക്കാതിരുന്നതിന്റെ ആശ്വാസത്തോടെയാണ് അവർ യാത്ര പറഞ്ഞിറങ്ങിയത്. ഇറങ്ങാൻ നേരം അമ്മാമ്മ അവളെ അടുത്തേക്ക് വിളിച്ച് സ്വത്തിന്റെ കാര്യം ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തി. വീട്ടിലേക്കുള്ള യാത്രയിൽ ബസ്സിലിരിക്കുമ്പോൾ അവളുടെ ചിന്തകളിൽ പ്രജിത്ത് നിറഞ്ഞു നിന്നു. അമ്മയോട് അവരുടെ കാര്യം പറഞ്ഞതിന്റെ സന്തോഷം അവനുമായി പങ്കുവെക്കാനുള്ള കൊതിയോടെ അവൾ പുറകിലെ കോടി മറയുന്ന കാഴ്ചകളിൽ മിഴികൾ നട്ടിരുന്നു. കാലത്തെ സേതുവിന്റെ എസ്റ്റി പടി കടന്നു വരുന്നത് കണ്ടപ്പോ വരാന്തയിൽ ഇരിക്കുകയായിരുന്ന പ്രദീപിന്റെ മുഖം തെളിഞ്ഞു. മുൻവശത്ത് വന്നു നിന്ന ബൈക്കിന്റെ ശബ്ദം കേട്ട് കാർത്തികേയനും മിനിയും അവർക്കൊപ്പം പ്രവീണും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ സേതുവും കാശിയപ്പനും ബൈക്കിൽ നിന്നും ഇറങ്ങുകയായിരുന്നു. നിങ്ങൾ ഇപ്പോഴെങ്കിലും വന്നത് നന്നായി. കുറെ നേരമായി ഇവനിവിടെ കൂട്ടിലിട്ട വെരുകിനെ പോലെ നടക്കാൻ തുടങ്ങിയിട്ട്. അമ്മ തന്നെ വാരിയത് പ്രദീപ് ശ്രദ്ധിച്ചതേയില്ല. അവന്റെ നോട്ടം മുഴുവൻ പടികൾ കയറി വരുന്ന സേതുവിലായിരുന്നു. വാ ഇരിക്കെ, എന്നിട്ട് പറ, എന്താ നമ്മുടെ പ്ലാൻ? അവന്റെ ആവേശം അവരിൽ ചിരിയുണർത്തി. അതെ, ഏട്ടനെ ആരും അങ്ങനെ കളിയാക്കിയൊന്നും വേണ്ട. പുള്ളിയുടെ ടെൻഷൻ എനിക്കറിയാം. ഓ, ഈ ഏട്ടനെ പറഞ്ഞപ്പോ അനിയനെ പിടിച്ചില്ല. മിനി അവനെയും പുച്ഛിച്ചു. എടാ, സേതുവിനൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടേല് അവൻ അത് ഭംഗിയായി ചെയ്തോളും. ഞാൻ മരുമോള് കയറി വരുമ്പോ കൊടുക്കാനുള്ള വിളക്ക് വരെ തേച്ചു വെച്ചിട്ടിരിക്കുക. എന്നാലും പണിക്കശ്ശേരിക്കാരോടാ എതിരിടാൻ പോകുന്നെന്ന് ഓർക്കുമ്പോ എനിക്ക് നല്ല ഭയമുണ്ട് കേട്ടോ. കാർത്തികേയൻ ഉള്ളിലെ ഭയം മറച്ചു വെച്ചില്ല. നിങ്ങളൊന്ന് ചുമ്മാ തിരി മനുഷ്യ, അവർക്കെന്താ കൊമ്പുണ്ടോ? മിനി ഭർത്താവിന് നേരെ ചൊടിച്ചു. അങ്ങനെ പറഞ്ഞു കൊടുക്കും മിനിയമ്മേ. വരാന്തയിലെ അരമതലിലേക്ക് ഇരിക്കുന്നതിനിടയിൽ സേതു മിനിയെ പിന്തുണച്ചു. എന്തായി സേതു, വെല്ലിച്ചന്റെ കാര്യമല്ലതോ അറിഞ്ഞായിരുന്നോ? സേതുവിന്റെ മുഖം മങ്ങി. ഇല്ല മിനിയമ്മേ, അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും ഈ പ്രാവശ്യത്തെ ഉത്സവത്തിന് ആരാരും ഉണ്ടാകില്ലല്ലോ എന്ന് ഓർക്കുമ്പോ അതൊരു സങ്കടം തന്നെയാന്നേ. ആ രമേശൻ എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയല്ലോ. സേതു അതിന് മറുപടി പറഞ്ഞില്ല. അമ്മയ്ക്ക് ഇപ്പൊ അതൊക്കെ ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എടാ, നീ അതൊക്കെ വിട്ടെ. പ്രദീപ് അവനെ തോണ്ടി. നീ ശ്രീമോളെ അടുത്തു വല്ലതും കണ്ടായിരുന്നോടാ? സേതുവിന്റെ ആ ചോദ്യത്തിന് പ്രദീപ് വിലങ്ങനെ തലയാട്ടി. എവിടുന്ന് കാണാൻ? അവളെ ഇപ്പോഴും അവര് തടങ്കലിട്ടേക്കുന്നത് പോലെയാടാ. 1-2 പ്രാവശ്യം അവരുടെ കണ്ണുവിട്ടിച്ച് അവള് വിളിച്ചിട്ടുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അത് സാരില്ല. ഉത്സവം കൊടിയേറുന്നെന്ന് നമ്മുടെ പ്ലാൻ എന്താണെന്ന് കാശിയപ്പൂപ്പൻ പറയും. സേതു പറഞ്ഞതോടെ എല്ലാവരുടെയും നോട്ടം അങ്ങേരുടെ നേരെയായി. ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പണ്ട് തൊട്ടേ കൊടിക്കയറ് കൊണ്ടുവരുന്നത് പണിക്കശ്ശേരിയിൽ നിന്നുമാണെന്ന് എല്ലാവർക്കും അറിയാലോ. ആ സമയം അവിടെ നല്ല തിരക്കുമായിരിക്കും. തറവാട്ടിലെ എല്ലാവരും കൊടിക്കയറിനെ അനുഗമിക്കാറുണ്ട്. അവരെല്ലാം അന്നേ ദിവസം അമ്പലത്തിലെത്തി കൊടിയേറ്റം കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടേ തിരികെ പോകാറുള്ളൂ. എന്തേലും ഒരു കാരണം പറഞ്ഞ് ശ്രീമോൾ ആ ചടങ്ങിൽ നിന്നും ഒഴിഞ്ഞ് വീട്ടിൽ തന്നെ നിന്നാൽ അവളെ അവിടെ നിന്നും വിളിച്ചിറക്കി കൊണ്ടുവരാൻ സാധിക്കും. എന്നിട്ട് നേരെ ദേവരുടെ അമ്പലത്തിൽ കൊണ്ടുവന്ന് താലി കെട്ടുക. അങ്ങനെയാന്നേ പുറത്തായെന്നും പറഞ്ഞേ അവള് വീട്ടിൽ തന്നെ അങ്ങ് ഇരുന്നാ പോരെ. അമ്മയുടെ ഐഡിയ പിടിച്ചതുപോലെ പ്രദീപ് തലയാട്ടി. അത് മതി, ആ കാര്യം ഞാൻ അവളെ അറിയിക്കാം. എന്റെ പിള്ളേരെ അങ്ങനെ അമ്പലത്തിൽ പോയി വെറുതെ ഒരു താലി കെട്ടിയെന്ന് കരുതി അതിന് ലീഗലി ഒരു വിലയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിക്കുന്നതാ നല്ലത്. കാർത്തികേയൻ ഹൈക്കോടതിയിൽ നിന്നുമുള്ള തന്റെ അനുഭവ സമ്പത്ത് വിളമ്പി. അച്ഛ, അതിനൊക്കെ എവിടെയാ സമയമെന്ന്? പ്രവീൺ ഈർഷയോടെ അച്ഛനെ നോക്കി. പുള്ളി പറഞ്ഞത് ശരിയാ, പക്ഷെ അതിനു പകരം നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാം. കാശിയപ്പൂപ്പൻ തുടർന്നപ്പോ വീണ്ടും എല്ലാവരുടെയും നോട്ടം അങ്ങോട്ടേക്കായി. കെട്ട് കഴിഞ്ഞതിന് ശേഷം ചെറുക്കനും പെണ്ണും കൂടി നേരെ ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലേക്ക് ചെന്ന് തൊഴണം. അവിടെ പുറം നാട്ടിൽ നിന്ന് പോലും ആളുകളും പത്രക്കാരും പോലീസും ഒക്കെ ഉണ്ടാകും. അവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടായാ അത് ലോകം മൊത്തം അറിയും. ചിലപ്പോ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടിയും വരും.
അവരുടെയൊക്കെ മുന്നിൽ വെച്ച് പ്രദീപിന്റെ കൂടെ ജീവിക്കാൻ തന്നെ ആഗ്രഹമെന്ന് ശ്രീമോള് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം പോകാൻ പണിക്കശ്ശേരിക്കാർക്ക് കഴിയില്ല. പ്രായപൂർത്തിയായതുകൊണ്ട് നിയമത്തിനും ശ്രീമോളുടെ കൂടെ നിൽക്കാനേ കഴിയൂ. കൊള്ളാം, അടിപൊളി, കൊടപ്പുപ്പ കൈ. പ്രവീൺ ചാടി എഴുന്നേറ്റ് കാശി അപ്പൂപ്പന് കൈ കൊടുത്തു. അപ്പൂപ്പൻ ഈ കാര്യത്തിലൊക്കെ നല്ല എക്സ്പെർട്ടാണെന്ന് തോന്നുന്നല്ലോ. അവന്റെ ചോദ്യത്തിന് മറുപടി പറയാതെ അയാൾ തന്റെ വെള്ളത്താടിയും തടവിച്ചിരിച്ചു. ഒരാഴ്ച കൂടി കഴിഞ്ഞതോടെ ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലെ ഉത്സവം അടുത്തു. പതിവ് പോലെ അമ്പലത്തിലേക്കുള്ള വഴികളെല്ലാം നേരത്തെ തന്നെ തോരണങ്ങളാൽ അലങ്കരിച്ചിരുന്നു. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിൽ നടക്കാറുള്ളത്. ജോലിക്കായി ദൂരെ സ്ഥലങ്ങളിൽ പോയവരും കെട്ടിച്ചുവിട്ട പെണ്ണുങ്ങളുമൊക്കെ ആ സമയം ചെറുവാണിയൂരേക്കെത്തും. ഉത്സവ ദിവസങ്ങളിൽ കരയിലുള്ള അമ്പലം വക സ്കൂളിന് അവധിയാണ്. അതുകൊണ്ട് കുട്ടികളെല്ലാം രാവിലെ മുതൽ ആനകളെ കെട്ടുന്ന പറമ്പിലായിരിക്കും. അവയെ പുഴയിൽ കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോഴും ഉണ്ടാകും പിന്നാലെ ഒരു കൂട്ടം. അങ്ങനെ പ്രായഭേദമന്യേ കരക്കാരെല്ലാം മനസ്സുകൊണ്ട് ഉത്സവത്തിമർപ്പിലേക്ക് മുഴുകിച്ചേരുന്ന ദിവസങ്ങളാണ് ആ 7 ദിവസങ്ങൾ. ഭാര്യയിടത്തെ ശങ്കരന്മാരാർ ദുഃഖം ഉള്ളിലൊതുക്കി അമ്പലത്തിലെ കാര്യങ്ങൾക്കായി ഓടി നടന്നു. കൊടിയേറുന്ന ദിവസം മുതൽ അവസാന ദിവസം വരെ ഉത്സവത്തിന്റെ മേളങ്ങളിലെല്ലാം തലയാളായി നിൽക്കുന്ന ഏട്ടനില്ലാത്ത ആദ്യത്തെ ഉത്സവം. രമേശനെ മേളങ്ങൾക്ക് വിളിക്കേണ്ട എന്ന് ഓമനയും കൗമുദിയും പറഞ്ഞെങ്കിലും അനിയത്തിയുടെയും ഏട്ടത്തിയുടെയും വാക്കുകൾ കേൾക്കാതെ പതിവ് തെറ്റിക്കേണ്ടെന്നും പറഞ്ഞ് ശങ്കരന്മാരാർ അവനെ പോയി വിളിച്ചെങ്കിലും താൻ ഈ പ്രാവശ്യം ദേവിയുടെ അച്ഛന്റെ കൂടെ കിഴക്കേക്കരയ്ക്ക് വേണ്ടിയാണ് കൊട്ടുന്നതെന്നും പറഞ്ഞ് അവൻ അയാളെ മടക്കി അയച്ചു കളഞ്ഞു. കൊടി കയറുന്ന ദിവസം വൈകുന്നേരം ദേവരുടെ അമ്പലത്തിൽ വെച്ച് വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന കാര്യവും അതിനുവേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന പ്ലാനും ഭാസ്കരൻ വഴി പ്രദീപ് ശ്രീമോളെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. കാത്തിരുന്ന് ഒടുവിൽ ആ ദിവസം എത്തിച്ചേർന്നു. മാർച്ച് 25, മലയാള മാസം മീനം 11-ാം തീയതി, ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലെ ഉത്സവം കൊടിയേറുന്ന ദിവസം. അന്നേ ദിവസം വൈകിട്ട് 5 മണിക്കാണ് കൊടിക്കയർ വാദ്യമേളങ്ങളോടുകൂടി പണിക്കശ്ശേരിയിൽ നിന്നും കൊണ്ടുവരുന്നത്. രഥത്തിൽ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന കൊടിക്കയറിനൊപ്പം താലം വരവും കാവടിയുമൊക്കെ പതിവാണ്. കൊടിക്കയർ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നാൽ ഭദ്രദീപം തെളിയിക്കുന്നതും പണിക്കശ്ശേരിയിലെ നാരായണമേനോനാണ്. കൃത്യം 5 മണിക്ക് തന്നെ കൊടിക്കയറും കൊണ്ടുള്ള ഘോഷയാത്ര പണിക്കശ്ശേരിയിൽ നിന്നും പുറപ്പെട്ടു. ചെണ്ടമേളങ്ങളുമായി മുൻപിൽ ശങ്കരന്മാരാരും സേതുവും പ്രജിത്തും അവന്റെ കൂടെ കടയിൽ നിൽക്കുന്ന ബിജുവുമൊക്കെ ഉണ്ടായിരുന്നു. പണിക്കശ്ശേരിയിലെ റിജു രഥത്തിനൊപ്പം നടന്നു. താലമെടുക്കാൻ റിജുവിന്റെ ഭാര്യ മൈഥിലിക്കും അമ്മ ദേവകിക്കും ഒപ്പം യാമിയും വൃശ്ചികയുമുണ്ട്. അച്ഛൻ വീട് വിട്ടുപോയതിന്റെ ദുഃഖം ഉള്ളിലുണ്ടെങ്കിലും വൃശ്ചികയെ റോസും യാമിയും കൂടി നിർബന്ധിച്ചു കൂടെ കൂട്ടിയതായിരുന്നു. ശ്രീമോള് താലം എടുക്കുന്നില്ലേ ചേച്ചി? യാമി മൈഥിലിയോട് ചോദിച്ചു. അവള് പുറത്തായേക്കുവാ കൊച്ചേ. മറ്റാരും കേൾക്കാതെ മൈഥിലി മറുപടി പറഞ്ഞു. താലം എടുത്തിട്ടില്ലെങ്കിലും സെറ്റും മുണ്ടും എടുത്തുകൊണ്ട് റോസും അവർക്കൊപ്പമുണ്ട്. കരിമ്പനക്കാട്ടെ കാര്യങ്ങൾ അറിഞ്ഞപ്പോ അപ്പച്ചന്റെ അവകാശമായ സ്വത്തുക്കൾ വാങ്ങേണ്ടതായിരുന്നു എന്നാണ് പ്രജിത്ത് അഭിപ്രായപ്പെട്ടത്. അതിന്റെ പേരിൽ റോസ് അവനുമായി ചെറിയൊരു ഉടക്കിലുമായിരുന്നു. കൊടിക്കയറും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര അമ്പലത്തിലേക്കുള്ള വഴിയെ തിരിഞ്ഞപ്പോ പാടത്തു നിന്നുമുള്ള വഴിയുടെ വളവിൽ മുള്ളുവേലിക്കരികിലായി ചേർത്തിട്ടിരുന്ന ഭാര്യയിടത്തെ പ്രീമിയർ പത്മിനി സ്റ്റാർട്ടായി. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന കാശിയപ്പൂപ്പന്റെ കാല് ആക്സിലേറ്ററിൽ അമർന്നു. പ്രധാന വഴിയിലേക്ക് പൊടി പറത്തി കയറിയ കാറ് പണിക്കശ്ശേരിയിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞപ്പോ കാശിയപ്പൂപ്പന്റെ തൊട്ടടുത്തിരുന്ന് പ്രവീൺ പുറകോട്ട് തിരിഞ്ഞു നോക്കി. കൊടിക്കയറും വഹിച്ചുകൊണ്ടുള്ള യാത്ര കാഴ്ചയിൽ നിന്നും മറഞ്ഞിരുന്നു. പണിക്കശ്ശേരി തറവാടിന് മുന്നിൽ കാർ വന്നു നിന്നതും കാത്തിരുന്നതുപോലെ ശ്രീമോൾ ഓടി ഇറങ്ങി വന്നു. പ്രവീൺ ഇറങ്ങി പിന്നിലെ ഡോർ തുറന്നപ്പോ അവൾ അകത്തേക്ക് ചാടിക്കയറി. സീറ്റിലേക്ക് കിടന്നോ? വണ്ടി വളക്കുന്നതിനിടയിൽ കാശിയപ്പൂപ്പൻ പറഞ്ഞത് കേട്ട് അവൾ താഴെ സീറ്റിലേക്ക് ചരിഞ്ഞു കിടന്നു. കാർ അവളെയും വഹിച്ചുകൊണ്ട് ദേവരുടെ അമ്പലം ലക്ഷ്യമാക്കി പാഞ്ഞുപോയി. അമ്പലത്തിലേക്കുള്ള പടിക്കെട്ടുകൾക്ക് മുകളിൽ പ്രദീപ് അക്ഷമനായി കാത്തു നിൽപ്പുണ്ടായിരുന്നു. പൊടി പറത്തി ദൂരെ നിന്നും പാഞ്ഞു വരുന്ന പ്രീമിയർ പത്മിനി കണ്ടതോടെ അവൻ താഴേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു, അവരെത്തിയേട്ടോ. താഴെ മിനിയെയും കാർത്തികേയനെയും കൂടാതെ പ്രദീപിന്റെ ഓഫീസിലെ 2-3 കൂട്ടുകാരും ഉണ്ട്. ഭാസ്കരനും കൂട്ടർക്കുമുള്ള റോള് അങ്ങ് ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലാണ്. അവരവിടെ വിശ്വസ്തരായ ആൾക്കാരെ സംഘടിപ്പിച്ച് കാത്തു നിൽപ്പുണ്ട്. കാറ് വന്ന് മതിൽക്കെട്ടിനടുത്തേക്ക് നിന്നതും പ്രദീപ് ഓടിച്ചെന്നു. മുൻവശത്തെ ഡോർ തുറന്ന് കാശിയപ്പനും പ്രവീണും പുറത്തേക്കിറങ്ങി. പ്രദീപ് പിൻസീറ്റിലേക്ക് എത്തി നോക്കി. വണ്ടി നിന്നതറിഞ്ഞ് സീറ്റിൽ കിടക്കുകയായിരുന്ന ശ്രീമോൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ്. ശ്രീകുട്ടി വാ. ഡോർ തുറന്നുകൊണ്ട് പ്രദീപ് വിളിച്ചു. പുറത്തേക്കിറങ്ങിയ ശ്രീമോൾ
ഭയപ്പാടോടെ ചുറ്റിനും നോക്കി. പേടിക്കണ്ട, ആരുമില്ല, എല്ലാവരും അങ്ങേ അമ്പലത്തിലാ. അവൾ തല കുലുക്കിയെങ്കിലും ആ കണ്ണുകളിൽ ഭയത്തിന്റെ നിഴൽ തെളിഞ്ഞു നിന്നിരുന്നു. കൈകളിൽ പിടിച്ചപ്പോ അവയ്ക്ക് മഞ്ഞിന്റെ തണുപ്പ്. ഇതെന്താ വേണ്ട നിന്റെ കൈ ഇങ്ങനെ തണുത്തിരിക്കുന്നേ? അവൻ ചോദിച്ചു. പേടിച്ചിട്ടാ. അച്ചോടാ. അവൻ അവളെ ചേർത്ത് പിടിച്ചു. ദേ അതെ, ശൃംഗാരമൊക്കെ പിന്നീടാവാം, താഴെ തിരുമേനി റെഡിയായി നിൽക്കുക. പ്രവീൺ ധൃതി കൂട്ടിയതും പ്രദീപ് അവളുടെ കയ്യും പിടിച്ച് പടികൾക്ക് നേരെ നടന്നു. പടികൾ ഇറങ്ങി ചെല്ലുമ്പോ തിരുമേനി എല്ലാം തയ്യാറാക്കി നിൽപ്പുണ്ടായിരുന്നു. പിന്നീടെല്ലാം വേഗത്തിലായിരുന്നു. തിരുമേനി എടുത്തുകൊടുത്ത തുളസിമാല ശ്രീമോൾ പ്രദീപിന്റെ കഴുത്തിലേക്ക് അണിഞ്ഞു. ശ്രീകോവിലിനകത്ത് വെച്ച് പൂജിച്ച താലി തിരുമേനി പ്രദീപിന് നേർക്ക് നീട്ടി. അവൻ അത് വാങ്ങി പ്രാർത്ഥനയോടെ ശ്രീമോളുടെ കഴുത്തിൽ കെട്ടി. വേണ്ടപ്പെട്ടവരാരും കൂടെയില്ല എന്നുള്ള ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ വിഷമം മനസ്സിലാക്കിയ മിനി ആ കണ്ണുകൾ തുടച്ചു കൊടുത്തിട്ട് അവളുടെ കവിളുകളിൽ ഉമ്മ വെച്ചു. തിരുമേനി നൽകിയ തുളസിമാല പ്രദീപും അവളെ അണിയിച്ചു. അതിനുശേഷം പ്രദീപ് തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്ന പേരെഴുതിയ മോതിരങ്ങൾ അവർ പരസ്പരം വിരലുകളിൽ അണിയിച്ചു. കാറിന്റെ ഡിക്കിയിൽ നിന്നും പ്രവീൺ എടുത്തുകൊണ്ടുവന്ന പൂമാലകളും ആ തുളസിമാലകൾക്ക് മുകളിലായി അവർ പരസ്പരം അണിഞ്ഞ ശേഷം അമ്മ നീട്ടിയ സിന്ദൂരച്ചെപ്പിൽ നിന്നുമുള്ള സിന്ദൂരം അവൻ അവളുടെ നെറുകയിലും അണിയിച്ചു. കാശിയപ്പൂപ്പനാണ് ശ്രീമോളുടെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് കന്യാദാനം നിർവഹിച്ചത്. ആ സമയം എന്തുകൊണ്ടോ ആളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ചടങ്ങുകൾ കഴിഞ്ഞതും പ്രവീൺ അവിടെയുള്ളവർക്ക് ലഡു വിതരണം ചെയ്തു. ആ സമയം പ്രദീപിന്റെ കൂട്ടുകാരിൽ ഒരാൾ ചടങ്ങുകളെല്ലാം ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു. വൈകിട്ട് 8-നും 8:30-ക്കും മധ്യേ തുലാം രാശിയിലാണ് ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ്. കൊടിയേറിക്കഴിഞ്ഞിട്ട് അമ്പലത്തിലേക്ക് എത്തിയാൽ മതിയെന്നാണ് സേതു പറഞ്ഞിരിക്കുന്നത്. സമയമിപ്പോ 6:30 ആയിട്ടുള്ളൂ, ഇനിയും 2 മണിക്കൂറുണ്ട്. വാച്ചിൽ നോക്കിയിട്ട് കാർത്തികേയൻ പറഞ്ഞപ്പോ ശ്രീമോളെ സമാധാനിപ്പിക്കുകയായിരുന്നു മിനി തിരിഞ്ഞു നിന്നു. എന്നാ പിന്നെ നമുക്ക് ഇവരെയും കൊണ്ടേ നേരെ വീട്ടിലേക്ക് പോയാലോ? അവിടെ ചെന്ന് ഗൃഹപ്രവേശം കൂടി നടത്തിയിട്ട് അമ്പലത്തിലേക്ക് പോവാം. ഏയ്, അത് അപകടമാ. ആരെങ്കിലും കണ്ടാലേ വാർത്ത കാട്ടുതീ പോലെ വരക്കും. കാർത്തികേയൻ അതിനെ എതിർത്തപ്പോ മിനിക്ക് ദേഷ്യം കയറി. ഈ സമയത്തൊക്കെ ഇപ്പൊ അയൽപക്കത്തൊന്നും ആരും ഉണ്ടാകില്ലെന്നേ, എല്ലാവരും അമ്പലത്തിലായിരിക്കില്ലേ? അതമ്മ പറഞ്ഞത് ശരിയാ, ആൾക്കാരൊക്കെ ഇപ്പോ അവിടെ അമ്പലത്തിലാവുന്നേ. പ്രവീൺ കൂടി അനുകൂലിച്ചതോടെ നേരെ വീട്ടിലേക്ക് പോകാനുള്ള തീരുമാനമായി. ഭാര്യയിടത്തെയും പ്രദീപിന്റെയും കാറുകളിലായി വീട്ടിലെത്തിയ അവർ പരിസരമെല്ലാം വീക്ഷിച്ച് ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് വീട്ടിലേക്ക് കയറിയത്. മിനി നിലവിളക്ക് കൊളുത്തി മരുമകളെയും മകനെയും സ്വീകരിച്ചു. അമ്മയുടെ കയ്യിൽ നിന്നും നിലവിളക്ക് ഏറ്റുവാങ്ങി വലതുകാൽ വെച്ച് അകത്തേക്ക് കയറിയ ശ്രീമോള് പൂജാമുറിക്ക് മുന്നിലായി വിളക്ക് വെച്ച് തൊഴുതു. പിന്നീട് 8 മണി കഴിയാനുള്ള കാത്തിരിപ്പായിരുന്നു. അതിനിടയിൽ ചെറുക്കനും പെണ്ണിനുമുള്ള മധുരം കൊടുപ്പും കഴിഞ്ഞിട്ട് മിനി എല്ലാവർക്കും വേണ്ടി ചായയും വെച്ചു. ശ്രീമോളുടെ പരിഭ്രമവും ഭയവും അപ്പോഴും മാറിയിരുന്നില്ല. ചേട്ടനും അച്ഛനും അറിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന ഭയമാണ് അവളെ അലട്ടിയത്. പ്രദീപ് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ കുഴപ്പമില്ലെന്ന മട്ടിൽ തലയാട്ടിയെങ്കിലും അവരുടെ ഉള്ളിലെ കനൽ മറച്ചു പിടിക്കുന്നതിൽ കണ്ണുകൾ പരാജയപ്പെട്ടു പോയി. 8:15 കഴിഞ്ഞപ്പോഴേക്കും പൊടി കയറിയെന്ന് അറിയിച്ചുകൊണ്ടുള്ള വെടിക്കെട്ടിന്റെ ശബ്ദം അവർ കേട്ടു. വാ ഇറങ്ങാം. കാശിയപ്പൻ പറഞ്ഞത് കേട്ട് എല്ലാവരും എഴുന്നേറ്റപ്പോ ശ്രീമോൾ പ്രദീപിന്റെ കയ്യിൽ പിടിമുറുക്കി. പ്രദീപ് ശ്രീമോളെ നോക്കി. ഭയം കൊണ്ട് അവളുടെ മുഖം വിളറിയിരുന്നു. പേടിക്കാതെ, ഞാനില്ലേ കൂടെ. അവന്റെ വാക്കുകളുടെ ഉറപ്പിൽ ആ കൈ പിടിച്ചുകൊണ്ട് അവൾ പുറത്തേക്കിറങ്ങി. ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിന് മുന്നിലായി നിർത്തിയ കാറുകളിൽ നിന്നും അവരിറങ്ങുമ്പോൾ കൊടിയേറ്റിനോടനുബന്ധിച്ച് നടത്തിയ വെടിക്കെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 9 മണിക്ക് കൊല്ലം ഗിന്നസ് നടത്തുന്ന ഗാനമേളയാണ് അന്നത്തെ കലാപരിപാടി. പണിക്കശ്ശേരിക്കാരുടെ വകയാണ് അന്നത്തെ ഗാനമേളയും. അത് കാണാനുള്ളവരിൽ ചിലർ സ്റ്റേജിന് മുന്നിൽ ഇപ്പോഴേ ഇടം പിടിച്ചിട്ടുണ്ട്. അമ്പലത്തിന്റെ മതിൽക്കെട്ടിന് മുന്നിലും നടക്കലുമായി നിന്നിരുന്നവരുടെ കണ്ണുകൾ വിവാഹ വസ്ത്രത്തിൽ പൂമാലകളും അണിഞ്ഞ കാറിൽ നിന്നും ഇറങ്ങിയ പ്രദീപിലും ശ്രീമോളിലും വന്നു വീണു. പലരും അത്ഭുതം കൊണ്ട് മൂക്കത്ത് വിരൽ വെച്ചു. ഭയം കൊണ്ട് വിറച്ച ശ്രീമോൾ പ്രദീപിനോട് ഒന്നുകൂടി ചേർന്നു നിന്നു. ശ്രീകോവിലിനകത്തു നിന്നും തൊഴുതിറങ്ങിയ പണിക്കശ്ശേരിക്കാര് മുന്നിലെ കാഴ്ച കണ്ട് തരിച്ചു നിന്നു. എന്റെ മോളെ! അമർത്തിപ്പിടിച്ച അമ്മയുടെ കരച്ചിൽ കേട്ട് ഋജു എരിയുന്ന കണ്ണുകളോടെ അമ്മയെ ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും അമ്പലപ്പറമ്പിലെ ആളുകൾ അവരെ വളഞ്ഞിരുന്നു. എടി മുടിഞ്ഞോളെ! മുന്നിലേക്ക് കയറി വന്ന നാരായണമേനോൻ ശ്രീമോളെ കൈ വീശി അടിച്ചു. പക്ഷേ അതവളുടെ കവിളിൽ കൊണ്ടില്ല. കരയിലെ പ്രമാണിയും പണിക്കശ്ശേരിയിലെ കാരണവനുമായ മേനോന്റെ കൈക്ക് പ്രദീപ് കയറി പിടിച്ചിരിക്കുന്നത് കണ്ട്
ചുറ്റിനും കൂടി നിന്നവരിൽ നിന്നും ആശ്ചര്യം നിറഞ്ഞ ശബ്ദങ്ങൾ ഉയർന്നു. കാർത്തികേയൻ പേടിയോടെ പിന്നിലേക്ക് മാറിയപ്പോ പ്രവീൺ മുന്നോട്ട് കയറി ഏട്ടനൊപ്പം നിന്നു. പ്രദീപിന്റെ കൂട്ടുകാരും അവർക്ക് പിന്നിലായി അണിനിരുന്നു. തൊഴുതിറങ്ങി വന്ന വൃശ്ചികയും യാമിയും ആ കാഴ്ച കണ്ട് അന്താളിപ്പോടെ പരസ്പരം നോക്കി. ഇന്നാണ് പ്രദീപ് ഏട്ടൻ ശ്രീമോളെ വിളിച്ചിറക്കി കൊണ്ടുവരുന്നതെന്ന് അവർ പോലും അറിഞ്ഞിരുന്നില്ല. അച്ഛൻ ഇനി അവളെ തല്ലരുത്. പ്രദീപ് ശ്രീമോളെ പിന്നിലേക്ക് മാറ്റി നിർത്തി. ആരാടാ നിന്റെ അച്ഛൻ? പ്രദീപിനെ ചവിട്ടാൻ മേനോൻ കാലുയർത്തി. ആളുകൾക്കിടയിലൂടെ വന്ന സേതു നെഞ്ചും വിരിച്ച് മേനോന്റെ മുന്നിലേക്ക് കയറി നിന്നതോടെ ജനം വീണ്ടും ആശ്ചര്യത്തോടെ ശബ്ദമുയർത്തി. പ്രദീപിനെ ചവിട്ടാനുയർത്തിയ കാല് താഴ്ത്തിയിട്ട് മേനോൻ അവനെ തുറച്ചു നോക്കി. അമ്മയെ വിട്ട് റജു മുന്നോട്ട് കുതിച്ചു. സേതു, നീയാണല്ലേ ഇതിനൊക്കെ പിന്നില്? സേതുവിന് നേരെ കൈ ചൂണ്ടിക്കൊണ്ടവൻ അലറി. നീ ചെവിക്കുന്നുള്ളിക്കോടാ, ഇതിനൊരു പണി നിനക്ക് ഞാൻ തരുന്നുണ്ട്, വാടിയോടെ. റിജു കൈ എത്തിച്ച് ശ്രീമോളെ പിടിക്കാൻ ശ്രമിച്ചു. ഗണപതി കോവിലിനടുത്ത് ദേവിയുടെ വീട്ടുകാർക്കൊപ്പം നിന്ന രമേശൻ ഒരു ചുവട് മുന്നോട്ട് വെച്ചെങ്കിലും അവന്റെ കയ്യിൽ ദേവിയുടെ പിടി വീണു. പ്രദീപിന്റെ നേർക്ക് കുതിക്കാൻ ശ്രമിച്ച റിജുവിനെ സേതു വട്ടം പിടിച്ചു നിർത്തി. റിജു, അവര് തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് നിനക്കും കൂടി അറിയാവുന്നതല്ലേ? ഇപ്പോതെ ദേവരുടെ അമ്പലത്തിൽ വെച്ച് അവരുടെ കെട്ടും കഴിഞ്ഞു. ഇനി അവരുടെ പാട്ടിന് ജീവിക്കാൻ വിടുന്നതല്ലേ നല്ലത്. പിന്നാലെ എത്തിയ മൈഥിലിയും റിജുവിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവളുടെ കൈ തട്ടി മാറ്റിക്കൊണ്ടവൻ സേതുവിന് നേരെ ചീറി. ഒന്ന് പോടാ, ചോദിക്കാൻ ഇവിടെ നിയമവും പോലീസും ഒക്കെ ഉണ്ട്. വീട്ടിലിരിക്കുന്ന പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി ചെന്ന് വിസ്തരിക്കുന്നു. റിജു വീണ്ടും മുന്നോട്ട് ചെന്നപ്പോ സേതു അവനെ കൈകൊണ്ട് തള്ളി മാറ്റി. അപ്പോഴേക്കും ഉത്സവപ്പറമ്പിലുണ്ടായിരുന്ന പോലീസുകാരും അങ്ങോട്ടേക്കെത്തി. തുടരും. താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നൽകിയേക്കണേ. താങ്ക് യു. See you soon.